ഹായ് ഫ്രണ്ട്സ്, വെൽക്കം മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് എഴുന്നേക്കാൻ ഒരുപാട് താമസിച്ചു. ചേട്ടായിക്ക് വയ്യാത്തതുകൊണ്ട് വീട്ടിലിരിക്കുന്നതുകൊണ്ട് പണിക്കൊന്നും പോകാത്തതുകൊണ്ട് തന്നെ താമസിച്ച് എഴുന്നേറ്റാൽ മതി. പിന്നെ കാപ്പിയും ചോറും കൊണ്ടുവന്ന ദിവസമൊക്കെ ഞാൻ 5:30 ആകുമ്പോൾ എഴുന്നേക്കത്തുള്ളൂ. ഇപ്പോൾ ഒരു 7:30 ആയിട്ടുണ്ട്. പിന്നെ കുഞ്ഞിന് സമയത്ത് എൻ്റെ കൂടെ എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വന്ന പടിയെ റസ്ക്കൊക്കെ എടുത്ത് കൊടുത്തു, മോക്കൊക്കെ കഴിച്ചിട്ട്. പിന്നെ അങ്ങനെ കൊടുത്താൽ മാത്രം പറയാം, ചായയിൽ മുക്കി കൊടുക്കണം കേട്ടോ, എന്നാലേ കഴിക്കത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ പാലിനകത്ത് കുഴച്ച് കൊടുക്കണം. ഞാൻ പിന്നെ അതിന് സമയമില്ലാത്തതുകൊണ്ട് പിന്നെ റസ്ക് ചായ മുക്കി കൊടുത്തു. ഇന്ന് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ പുറകെ നടക്കുന്നേ ഉള്ളൂ. പിന്നെ തലേ ദിവസം തന്നെ ദോശയ്ക്ക് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നല്ല രീതിയിൽ പുളിച്ചായിരുന്നു. പിന്നെ ഞാനതവിടെ മാറ്റി വെച്ചിട്ട് മിറ്റമൊക്കെ അടിച്ചിട്ട് കയറി വന്നിട്ടാണ് ദോശ ചൂടുന്നത്. ഒരു 2 തവി ഒഴിക്കുന്നുണ്ട്. നന്നായിട്ട് പാൻ ചൂടാവണം കേട്ടോ, അല്ലെ അടി പിടിക്കും. പിന്നെ ചുട്ടെടുത്തപ്പോൾ നല്ല മയമുള്ള ദോശയായിരുന്നു കേട്ടോ. ഇത് എനിക്കിങ്ങനെ ശരിയാവുന്ന ആദ്യമായിട്ടാണേ. നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ ചമ്മന്തി അരയ്ക്കണം, അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ ദോശ ചുടാൻ ചേട്ടാ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് എളുപ്പമായിരുന്നു. പിന്നെ ആ സമയത്ത് ഞാൻ പെരയ്ക്കാവെല്ലാം അടിച്ച് വാരി വൃത്തിയാക്കി. ഞാൻ രാവിലെ തന്നെ കഞ്ഞി ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ പാത്രമെല്ലാം കഴുകാനുണ്ട്, കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് അടുക്കളയിൽ, പിന്നെ തുടയ്ക്കണം. എന്തായാലും കാപ്പി ഉണ്ടാക്കി കഞ്ഞിയും കറിയെല്ലാം വെച്ച് കഴിയുമ്പോൾ അടുക്കള കുളമാകും. എങ്ങനെയും വെള്ളമൊക്കെ വീഴും. പിന്നെ അടിച്ചു വാരി വൃത്തിയാക്കലാണ് എൻ്റെ പ്രധാന പരിപാടി. എനിക്കങ്ങനെ അടുക്കള കുളമായി കിടക്കുന്നൊന്നും ഇഷ്ടമല്ല കേട്ടോ. എപ്പോഴും നല്ല നീറ്റായിട്ട് കിടക്കണം. എല്ലാവരും അങ്ങനെ തന്നെയാണ്, പക്ഷേ എനിക്കതൊരു അസുഖമായിട്ട് മാറിയേക്കുവാണേ. പിന്നെ കാന്താരി കുറച്ച് ചമ്മന്തി അരയ്ക്കാൻ വെള്ളക്കാന്താരിയാണെങ്കിൽ നിറച്ചും ഉണ്ടായിരുന്നു. പിന്നെ ചമ്മന്തി അരച്ചു കേട്ടോ. ചമ്മന്തി അരച്ചപ്പോഴത്തേനും ദോശയെല്ലാം ചുട്ട് തീർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ചിക്കൻ പാർട്സ് കഴിഞ്ഞ ദിവസം വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, തലേദിവസത്തിന് വേണ്ടി മാറ്റി വെച്ചിരുന്നതെന്നൊക്കെ പറഞ്ഞ്. അപ്പം രാവിലെ കറി ചൂടാക്കി. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ദോശയെല്ലാം ടേബിളെ കൊണ്ട് വെച്ചു. ഞങ്ങൾ പിന്നെ കഴിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. ഞാൻ പിന്നെ തുണി അലക്കി മേലൊക്കെ കയറ്റി വന്നാണ് കഴിക്കാനിരിക്കുന്നത്. പിന്നെ കുടിവെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം ചായ എടുത്തിട്ടില്ല കേട്ടോ. എപ്പോഴും ചായ കുടിക്കുന്നത് അത്ര നല്ലതല്ല. ഞാൻ രാവിലെ ഒരു ഗ്ലാസ് കുടിച്ചായിരുന്നു, അതുകൊണ്ട് പിന്നെ ചായ എടുത്തില്ല. പിന്നെ ചമ്മന്തി ഒഴിച്ചു, കറി വെച്ചു, ചിക്കൻ പാർട്സ്. എന്നാലും നല്ല മണം വരുന്നുണ്ട് കേട്ടോ. എനിക്ക് ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് മുളക് പൊടി ഇട്ട ചമ്മന്തിയാണ് ഇഷ്ടം, പക്ഷേ ചേട്ടായിക്ക് വെള്ള ചമ്മന്തിയാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ വെള്ള ചമ്മന്തിയാണ് അരച്ചത്. പിന്നെ കരിയാപ്പിലൊക്കെ ചേർത്ത് കൊടുത്തിട്ട് തന്നെ നല്ല മണം ഉണ്ടായിരുന്നു. നല്ല മയമുള്ള ദോശയായിരുന്നു കേട്ടോ. കുഞ്ഞിനെ നിന്ന് തിന്നുന്നുണ്ട്. കുഞ്ഞിന് ദോശ തന്നെ കൊടുത്താൽ പോരാ, ചാറയും മുക്കി കൊടുക്കണം കേട്ടോ, എന്നാലേ കഴിക്കത്തുള്ളൂ. എന്നെ ഇടയ്ക്കിടയ്ക്ക് വലിച്ചും കിള്ളുന്നുണ്ട്, എൻ്റെ കയ്യിലൊക്കെ പിടിച്ചാൽ. ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അവിടെ ചേട്ടായുടെ അടുത്തും പോയി തിന്നും, എൻ്റെ അടുത്തും വരും. അങ്ങനെയാണ്. എൻ്റെ മടിയിൽ കയറ്റി ഇരുത്തി കഴിഞ്ഞാൽ പിന്നെ എല്ലാം കൈയിട്ട് വാരുവേ, അതുകൊണ്ടാണ് ഞാൻ മടിയിൽ ഇരുത്താത്തത്. അങ്ങനെ ഇരുത്തിയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ എല്ലാം വലിച്ചെടുക്കാറായി. പിന്നെ സവോള അരിയാൻ മറന്നുപോയി കേട്ടോ. പിന്നെ കുഞ്ഞൻ കണ്ണ് തെറ്റിയ മുളകിൻ്റെ അകത്തൊക്കെ കൈയിടും കേട്ടോ. നമ്മൾ അറിയുകയില്ല, നമ്മളൊന്ന് കണ്ണ് തെറ്റിയാൽ മതി, അങ്ങനെ വലിച്ചു വാരി എടുക്കും അവന്. അതുകൊണ്ട് എനിക്ക് അതിൻ്റെ കൂടത്തിൽ ഇരുത്തി കൊടുക്കാൻ പേടിയാണ്. മുളക് ചാറൊക്കെ കണ്ണിൽ തേച്ച് കഴിഞ്ഞാൽ ഉള്ള അവസ്ഥ അറിയാമല്ലോ. പിന്നെ ശകലം ചമ്മന്തിയും കൂടെ ഒഴിച്ച് കൊടുത്തു. 2 ദോശയെ കഴിച്ചുള്ളൂ ഞാൻ. പക്ഷേ എന്നാലും നല്ല സമയം എടുത്താണ് കഴിച്ചത് കേട്ടോ. ചിരിച്ചാണ് കഴിച്ചത്. അങ്ങനെ പെട്ടെന്ന് വാരി വെച്ച് തിന്നാന്ന് എനിക്കറിയത്തില്ല കേട്ടോ. പിന്നെ ചേട്ടായി സവോള അരിഞ്ഞ് തന്നു. സവോളയും കൂട്ടി കഴിച്ചു കേട്ടോ. നല്ല സമയം എടുത്താണ് കഴിച്ചത്. അതൊക്കെയാണ് കഴിച്ചുകൊണ്ടിരുന്നത്. കാരണം ഇടയ്ക്ക് കുഞ്ഞിനും കൊടുക്കുന്നുണ്ടായിരുന്നു, പിന്നെ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഇച്ചിരി താമസിച്ചാണ് കഴിച്ചു തീർന്നത്. പിന്നെ അപ്പുറത്തെ പറമ്പിൽ നിന്ന് കുറച്ച് റംബൂട്ടാൻ കിട്ടുന്നുണ്ട്. ഞാൻ തോട്ടം കാണിച്ചു തന്നില്ലായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. അവിടെ നിന്ന് പണിക്കാരൻ ചേട്ടനുണ്ടായിരുന്നു, ചോദിച്ചപ്പോഴത്തേന് കുറേ റംബൂട്ടാൻ പറിച്ചു തന്നിട്ട്. ഇത് കാണുന്ന ചേട്ടയുടെ കാലാണ്, ചേട്ടായി കിടക്കുവാണേ. കുഞ്ഞിന് ആ സ്ഥലത്ത് പോയിരുന്ന് റംബൂട്ടാൻ ഞാൻ അടത്തി കൊടുക്കുന്നുണ്ട്, അവിടെ ഇരുന്ന് തിന്നുവാണേ. ചേട്ടായി വയ്യാതെ കിടക്കുക കേട്ടോ. കാലിൽ ചെറിയൊരു ഫ്രാക്ചർ വന്നെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു, ചെറിയൊരു പൊട്ടലായിരുന്നു കേട്ടോ. അപ്പം ഏകദേശം കുറഞ്ഞൊക്കെ വരുന്നുണ്ട്. എന്നാലും ഇടയ്ക്ക് എന്നെ ഹെൽപ്പൊക്കെ ചെയ്യും കേട്ടോ. കസാരയൊക്കെ ഇട്ടിരുന്ന് വന്ന് ഇതിലൊക്കെ ചെറിയ പരിപാടിയൊക്കെ ചെയ്തു തരും. ഇപ്പോൾ കുറഞ്ഞു കേട്ടോ, ഏകദേശം കട്ട കഴിക്കാറായി. പിന്നെ നല്ല മുഴുത്ത റംബൂട്ടാനാണ് കേട്ടോ. നല്ല മധുരം ഉണ്ടായിരുന്നു. അടന്ന് വരുന്ന സൈസ് റംബൂട്ടാനാണ്. എനിക്ക് എന്തോരം റംബൂട്ടാൻ കിട്ടിയാലും തികയത്തില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേനും ഞാനൊരു റീൽസ് എടുക്കാൻ പോട്ടെ, അതിനുള്ള മേക്കപ്പാണിത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് റീൽസ് ഇടാറുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. അപ്പം ഒത്തിരി പേര് വീഡിയോസൊക്കെ കാണുന്നുണ്ട്, പക്ഷേ ആരും ലൈക്ക് ചെയ്യുകയോ ഫോളോ ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല. താല്പര്യമുള്ളവരൊക്കെ ഒന്ന് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടാണ് പിന്നെ എനിക്ക് മുന്നോട്ട് വീഡിയോ ചെയ്യാനുള്ളൊരു പ്രചോദനം. അതുകൊണ്ട് എല്ലാവരും ഒന്ന് സഹായിക്കണേ. പിന്നെ മുടിയൊക്കെ ചെയ്യുക, പൊട്ടൊക്കെ തൊട്ട് ഐലൈനർ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് പിന്നെ ഒരു ക്രഞ്ചീസ് കയ്യിൽ ഇടുന്നുണ്ട് കേട്ടോ. ഇത്രയൊക്കെ ഉള്ളൂ മേക്കപ്പ്. പിന്നെ മുഖത്ത് ക്രീംസോ കാര്യങ്ങളോ അങ്ങനെ യാതൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല. പിന്നെ ഇടയ്ക്ക് കുളിക്കാൻ സമയത്ത് റെഡ് സാൻഡൽ പൗഡർ തേക്കുന്നുണ്ട് മുഖത്ത്. അതൊക്കെ മാത്രമേ ഉള്ളൂ എൻ്റെ മേക്കപ്പ്. എനിക്കങ്ങനെ ഇത്തിരി ക്രീംസും കാര്യങ്ങളൊന്നും തേക്കാൻ പറ്റുകയില്ല ഇപ്പം. പിന്നെ പിമ്പിൾസ് പെട്ടെന്ന് വരുവേ, അതുകൊണ്ട് എനിക്കൊന്നും തേക്കാൻ പറ്റത്തില്ല. നേരത്തെയൊക്കെ ഞാൻ തേച്ചുകൊണ്ടിരുന്നതാണ്. പിന്നെ റീൽസൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ വിറകുണ്ടായിരുന്നു കുറച്ച്, ഞാൻ പിന്നെ അത് വെട്ടി കയറി അടുക്കാൻ വേണ്ടിയാണ്.
ചേരയിലും വെക്കണം, പിന്നെ ചിമ്മിനിക്കയിലും എടുക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.